നാട്ടിൽ നിന്നൊക്കെ പുറത്ത് പോയി നിൽക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ടൊരു ചില്ലി പനീർ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വേറെ ഒന്നും വേണ്ട. സവാളയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കാജുൻ സീസണിംഗ് ആണ്. ഇതിന് പകരം പാപ്രിക്ക പൗഡറോ റെഡ് ചില്ലി പൗഡറോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ഓൾ പർപ്പസ് സീസണിങ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് മോമോ സോസാണ് ഞാനിതിൽ ചേർക്കുന്നത്. മോമോ സോസ് തന്നെ വേണമെന്നില്ല, നമുക്ക് സേഷ്വാൻ സോസോ റെഡ് ചില്ലി സോസോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ഫ്ലെയിം ഹയറിലേക്ക് ഇട്ടിട്ട് ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രൈഡ് പനീറാണ്. നമുക്ക് ഫ്രൈഡ് പനീർ അവൈലബിൾ അല്ലെങ്കിൽ പനീർ വാങ്ങിച്ച് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന പെരി പെരി സോസാണ്. ഇതിന് പകരം സോയ സോസ് ആഡ് ചെയ്താലും നല്ലതായിരിക്കും. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ക്വിക്കായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ചില്ലി പനീർ. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.